ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീന്റെ രഹസ്യപ്പെട്ടി തുറന്നു. അതിൽ മോദിയെക്കുറിച്ചുള്ള പരാമർശമാണിത്. മിക്കവാറും സംഗതി കൂടുതൽ തെളിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതല്ല. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തിറങ്ങി ഇത്ര ദിവസമായിട്ടും വൈ സോ മച്ച് സൈലൻസ്? ഒരൊറ്റ ഉത്തരവുള്ളൂ, പവർ. അതിൽ പേരുകളുള്ള ആളുകളൊന്നും സാധാരണക്കാരല്ല. ട്രംപ്, ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ഇപ്പതാ മോദി. സോ അന്വേഷണം പുരോഗമിച്ച പല സിംഹാസനങ്ങളും കുലുങ്ങും. ഈ ജെഫ്രി ചില്ലറക്കാരനല്ല, ലോകം കണ്ട ഏറ്റവും വലിയ മില്യനെയറായ ലൈംഗിക കുറ്റവാളിയാണ്. മസ്ക് പോലും ഇയാളുടെ ദ്വീപിലേക്ക് വരാൻ പെർമിഷൻ ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ഇലൈറ്റ് നെറ്റ്വർക്കിനെയാണ് ചങ്ങാതി ആ ദ്വീപിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പുറം ലോകം അറിയാത്ത എന്തോ ഒരു രഹസ്യം ആ ദ്വീപിൽ ഉണ്ടായിരുന്നിരിക്കണം. ആള് മരിച്ചതാണോ കൊന്നതാണോ എന്ന കാര്യത്തിൽ പോലും വലിയ ദുരൂഹതയുണ്ട്. കാരണം ഇയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ഒരു സഹ തടവുകാരനാൽ ആക്രമിക്കപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് പോലീസൊക്കെ പറഞ്ഞത് ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. അങ്ങനെ സദാസമയം ക്യാമറ നിരീക്ഷണമുള്ള മറ്റൊരു സെല്ലിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി. എന്നിട്ട് പോലും മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ആ സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് മാറ്റി. തൂങ്ങി മരിക്കാൻ പോലും സാധ്യതയില്ലാത്ത ആ സെല്ലിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും യാഥാർത്ഥ്യമായിരുന്നില്ല. മേ ബി രഹസ്യങ്ങളൊക്കെ പുറത്ത് വിട്ടാലോ എന്ന് ഭയന്നിട്ട് ആരെങ്കിലും കൊന്നതാണെങ്കിലോ. മേ ബി 3 ലക്ഷം പേജുകൾ, 2000 വീഡിയോകൾ, 1,80,000 രഹസ്യ ചിത്രങ്ങൾ. അങ്ങനെ ലൈംഗികതയും പണവും അധികാരവും ഉപയോഗിച്ച് ഇയാൾ ഒരുക്കിയിരിക്കുന്ന രഹസ്യ കേണിയായിരിക്കും ഈ പാപങ്ങളുടെ ദ്വീപ്. മാത്രമല്ല വമ്പന്മാരുടെ രഹസ്യങ്ങൾ ചോർത്താൻ മൊസാദ് ഉപയോഗിച്ചിരുന്ന ഒരു കണ്ണി മാത്രമാണ് എപ്സ്റ്റീൻ എന്ന് പറയുന്നവരുമുണ്ട്. ആ ബന്ധമാണ് അയാളെ പെട്ടെന്നൊരു ബില്യണറാക്കി മാറ്റിയെന്ന് പറയുന്നുണ്ട്. ഏത് വഴിക്കും പണി കിട്ടാൻ സാധ്യതയുണ്ട്.